ഇന്ന് നമ്മൾ ഒരു ചോക്ലേറ്റ് കേക്കിൽ ഒരു കാറ്റ് എങ്ങനെയാണ് ഒരു കാർട്ടൂൺ പോലെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം, കുട്ടികൾക്കൊക്കെ ഈ കേക്കിൻ്റെ ബർത്ത്ഡേ കേക്ക് എന്ന് പറയുമ്പോൾ ഒരു എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഒരു ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കാർട്ടൂൺ പോലെയുള്ള ഒരു കണ്ണും മൂക്കൊക്കെ വെച്ച് അങ്ങനെയുള്ള കേക്കുകളൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് അങ്ങനെയുള്ള ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം ചോക്ലേറ്റ് സ്പോഞ്ച് എങ്ങനെയാണെന്ന്, ചോക്ലേറ്റ് കേക്കാണ് എനിക്ക് ആ കേക്ക് ഇത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് കേക്ക് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉള്ളിൽ. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ട്രഫിൾ ക്രീമിലേക്ക് മിക്സ് ചെയ്യുന്നു. പിന്നെ സിറഫിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത സിറഫ് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത ശേഷം അതേപോലെ തന്നെ വൈറ്റ് ക്രീം എടുത്ത് ഞാൻ ചോക്ലേറ്റ് ട്രഫിൾ കുറച്ച് ക്രീമിലേക്ക് മിക്സ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ചോക്ലേറ്റ് റിച്ചിൻ്റെയൊക്കെ ചോക്ലേറ്റ് ഫ്രഷ് ക്രീം തന്നെ വരുന്നുണ്ട്. അത് തന്നെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് അടിച്ചെടുക്കാം. പക്ഷേ ഞാനത് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2 കിലോ പാക്കറ്റൊക്കെയാണ് വരുന്നത്. അത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബാക്കി വരും. പിന്നെ അവിടെ വെക്കണം. ഇതാകുമ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ക്രീം കൊടുത്ത ശേഷം ഞാൻ കുറച്ച് ട്രഫിൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ്, പിന്നെ ഡാർക്ക് ചിപ്സ്, അത് കഴിഞ്ഞ് കുറച്ച് മിൽക്ക് മെയ്ഡും പ്രോളിനും കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൊടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് നമുക്കൊരു നല്ലൊരു ഫീല് കിട്ടും. ഒരുമിച്ച് പ്രോളിനും ഡാർക്ക് ചിപ്സിൻ്റെയും പിന്നെ മിൽക്ക് മെയ്ഡും ട്രഫിളിൻ്റെയും എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് കേക്ക് നല്ലൊരു പിന്നെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് ലെയർ ചെയ്ത ശേഷം ക്രീമൊക്കെ കൊടുക്കുക. എൻ്റെ നല്ല നീറ്റായ രീതിയിൽ ഇതുപോലത്തെ കേക്ക് മുകളിലൊക്കെ തേച്ചെടുക്കുക. പിന്നെ ഞാൻ ഇത് തേച്ച് കൊടുത്ത ശേഷം ഇതിന് ഒരു കളർ, കസ്റ്റമർ പറഞ്ഞ ഒരു കളർ വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു സിൽവർ ഡസ്റ്റ് പൗഡർ, സിൽവർ കളർ ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബ്ലാക്ക് ഷുഗർ പേസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് കേക്കിൻ്റെ മുകളിലും 2 സൈഡിലും മുകളിലുമായിട്ട് ഇതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഷുഗർ പേസ്റ്റ് എടുത്ത് അതിൻ്റെ ഒരു കണ്ണ്, അതൊക്കെ ആദ്യം ഒരു വൈറ്റും മുകളിലൊരു ബ്ലൂവും ബ്ലാക്കൊക്കെ വെച്ച് നമ്മളൊരു ആദ്യം തന്നെ അതൊക്കെ ശരിയാക്കി വെച്ചാൽ നമുക്ക് കേക്ക് ചെയ്ത് വേഗം അതൊക്കെ എടുത്ത് നമ്മൾ കേക്കിലേക്ക് വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ നല്ലൊരു കേക്കിനൊരു ഭംഗി വരും. അപ്പോൾ ഷുഗർ പേസ്റ്റ് എടുക്കുമ്പോൾ ഈ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ആദ്യം കേക്ക് ചെയ്യുന്നതിന് മുമ്പിട്ട് ഈ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ കേക്ക് ചെയ്തു ഉടനെ തന്നെ അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഈ ചെവിയും കണ്ണും മൂക്കൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ വെച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കേക്കിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.